കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഭഗവാൻ ഏത് രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. നമുക്കൊന്ന് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അതൊക്കെ കഴിഞ്ഞ് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ടു തൊഴാം. പിന്നീട് ആനന്ദശയനവും കണ്ട് തൊഴുതങ്ങനെ വരുമ്പോൾ ഒന്നിപ്പോൾ ചൊവ്വാഴ്ചയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നല്ല തിരക്കാണ്. രാവിലെ കുറച്ച് നേരം ഒഴിവുണ്ടായി, എന്നാലും പിന്നീട് ഫുള്ള് തിരക്കാണ്. ഇപ്പോൾ ചൊവ്വയായാലും വെള്ളിയായാലും ഏത് ദിവസമായാലും ഗുരുവായൂരപ്പൻ്റെ അവിടെ തിരക്ക് തന്നെ. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നാളെയും മറ്റന്നാളൊക്കെ അവധിയല്ലേ, അപ്പോൾ അതിൻ്റെയും കൂടി ആയി. അപ്പോൾ എല്ലാവരും പിന്നെ വെക്കേഷൻ അവസാനിക്കാറായി, അപ്പോൾ അതുകൊണ്ടൊക്കെ ഉള്ള തിരക്കാണ്. സാധാരണ ചില ചൊവ്വാഴ്ചകളിലൊക്കെ വളരെ സുഖമായിട്ടുള്ള ദർശനമാവും, പക്ഷെ എന്നൊക്കെ നല്ല തിരക്ക് തന്നെ. അങ്ങനെ നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെ കണ്ട് തൊഴുത് നേരെ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ ആ കെടാവിളക്ക് കാണാം. വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽപാദങ്ങൾ കാണുന്നു, കാൽ തളകൾ അണിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല മേലേക്ക് ഇങ്ങനെ, അതായത് ഓടുകയാണ് കേട്ടോ. പട്ട് കോണകം കൊടുത്തിട്ടുണ്ട്, ചെറിയ കുട്ടി തന്നെയാണ്. അങ്ങനെ കോണകമൊക്കെ കൊടുത്ത് അതേപോലെ അരയിൽ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അരയിലൊരു കയറും കെട്ടിയിട്ടുണ്ട്, വെറുതെ അല്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഉരലിനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഉരലും വലിച്ച് ഓടുകയാണ്. അതൊരു പ്രത്യേക കാഴ്ച കേട്ടോ. അങ്ങനെ നോക്കിയാൽ മാറത്തേക്ക് നോക്കിയാൽ ഒരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല, പിന്നെ ഒരു ഗോപീതിലകം. അതേപോലെ കൈവളകൾ കാണാണ്ട് ആ തോൾവളകളിൻ്റെ അവിടെ ഗോപീതിലക വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തിരുനെറ്റിയിലും ഗോപീതിലകം. കയ്യിൽ എന്താ വെച്ചാൽ പൊന്നോടക്കുഴൽ പിടിച്ചിട്ടുണ്ട് വലത്തെ കയ്യിൽ. ഇടത്തെ കൈ ആ ഓടുന്നതിൻ്റെ ആ ഒരു ഇത് ഏകദേശം മാറത്ത് ചേർത്ത പോലെ, പക്ഷേ കുറച്ചൊന്ന് വിട്ടിട്ടാണ്. അപ്പോൾ ആ ഓടുന്ന ആ ഒരു കാഴ്ചയിലാണ് ഇടത്തെ കൈ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. വലത്തെ കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിങ്ങനെ ഓടുകയാണ്. എവിടേക്കാണ് ഓടുന്നതെന്ന് വെച്ചാൽ അതറിയില്ല. ആ ഉരലൊക്കെ കിട്ടിയത് അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടേ യശോദാമ്മയോട് പറയുകയാണ്, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല കേട്ടോ അമ്മേന്ന്. അങ്ങനെ ആ ഒരു ഓട്ടം, അതിൻ്റെ മുഖത്ത് ആ ചിരിയാണ്. ആ ഉണ്ണിയുടെ മുഖത്ത് കളി തമാശയുടെ ചിരിയാണ്. ചെറിയ ഉണ്ണി തന്നെയാണ് ഇനി. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അതേപോലെ മുകളിൽ പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. പിന്നെ 3 തിരുമുടിമാല ഉണ്ട്. 3 തിരുമുടിമാല വെച്ചാൽ തെച്ചി, തുളസി, വെളുത്ത പൂവ്, പിന്നെ തെച്ചിയും തുളസിയും കൂടി ഒന്ന്, പിന്നെ വെളുത്ത പൂവും തുളസിയും കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ. പിന്നെ ഉണ്ടമാല എന്താ വെച്ചാൽ 2 ഉണ്ടമാല ഉണ്ട്. അതൊന്ന് വെള്ള താമര, പിന്നെ ഒന്ന് വെളുത്ത തെച്ചിയും തുളസിയും കൂടി ഉള്ളത്. അങ്ങനെയുള്ള 2 ഉണ്ടമാലയും 3 തിരുമുടിമാലയും കെട്ടിയിട്ടാണെന്ന് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ശ്രീലകത്ത് ദാമോദര സ്വരൂപത്തിൽ ഓടുന്ന ഉണ്ണിയായിട്ട് കാത്തു നിൽക്കണം. അപ്പോൾ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഭാവത്തിൽ ഇങ്ങനെ നമ്മളെ വന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപടിയിൽ നിൽക്കുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നന്നായിട്ട് തൊഴുതോളൂ. പിന്നീട് അവിടുന്ന് തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ ആ തിടപ്പള്ളി, നേദ്യം തയ്യാറാക്കുന്ന തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് പിന്നീട് ആ ആലിലെ കണനെയും കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ നമ്മൾ ഗണേശനെ കാണാനായിട്ട് പോവാം. ഗണേശൻ്റെ അടുത്തെത്തിയ ഗണേശനെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക, സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ.
പിന്നീട് അവിടുന്ന് വരുന്നിട്ട് നേരെ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹ, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് മേൽശാന്തിരി അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് ആനന്ദശയനവും അതേപോലെ ഗജേന്ദ്രമോക്ഷവും വാമന രൂപമൊക്കെ കണ്ടു തൊഴാം. ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ടു തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ നേരെ ആ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കണ്ടു തൊഴാം. പിന്നീട് ഭീഷ്മരെയൊക്കെ കണ്ടു തൊഴുത് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ടു തൊഴാം. അങ്ങനെ തൊഴുത് വന്ന് നേരെ ശ്രീകൃഷ്ണനെ കണ്ടു തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരാം. മുരുകനെ കണ്ടു തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അവിടെ നിന്ന് കുറച്ച് കുങ്കുമം കൂടുതലുണ്ട് കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് തൊഴുതു വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് മണിക്കിണറും ഭഗവാന്റെ നൃത്താറി അതേപോലെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് കുറൂരമ്മി, നാരദരി, മേൽപ്പത്തൂരിനി, വസുദേവരൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തിയും വാങ്ങി എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. പ്ലാവിൻ്റെ മുകളിൽ നല്ല വലിയ ചക്കയായി തുടങ്ങിയിട്ടോ നമ്മുടെ അവിടെ. അപ്പം അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അത് കഴിഞ്ഞ് അങ്ങനെ തൊഴുതു വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. വീണ്ടും നമ്മൾ അവിടുന്ന് വന്ന് കൊടിമരവും അതേപോലെ നേരെ കൂത്തമ്പലം ഒക്കെ വന്ന് തൊഴുകാം. പിന്നെ അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് വരുമ്പോൾ നേരെ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് നേരെ രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി ഉപയോഗിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നീട് ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നെ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീ ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.